പ്രൈസ് ദി ലോർഡ്. ആദരണീയ യോഗാധ്യക്ഷൻ, പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ മധ്യത്തിൽ ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസൻ, ഈ മീറ്റിംഗിന് എന്നെ ക്ഷണിച്ച പ്രിയ കർത്താവിൽ പ്രസിദ്ധനായിരിക്കുന്ന പാസ്റ്റർ ജോൺ ബൽസറ്റ് അവർകൾ, പാടിയ കർത്താവിന്റെ ദാസൻ ജോസ് സോമൻ അവർകൾ, ഈ പ്ലാറ്റ്ഫോമിൽ ആഗതരായിരിക്കുന്ന ഏവർക്കും ധന്യനും ഏകരക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും ഒപ്പമതനത്തെയും തിരുസന്നിധിയിൽ അറിയിച്ചുകൊണ്ട് കർത്താവിനെ ഏൽപ്പിച്ച കർത്തവ്യത്തിലേക്ക് പ്രവേശിപ്പാൻ തിരുകൃപയിൽ ഞാൻ താല്പര്യപ്പെടുകയാണ്. നമ്മുടെ മുൻപിൽ സമയം ഒരല്പം മാത്രമാണ് ഉള്ളത് എന്ന് നിങ്ങൾ അറിയുന്നതല്ല. എങ്കിലും ഇന്നേ ദിവസം ആരംഭിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ആവശ്യമേറിയ ഒരു പൊതുദൂത് തിരുവചനത്തിൽ നിങ്ങൾക്ക് നൽകി എൻ്റെ വാക്കുകൾക്ക് കുത്തിടാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ അടുത്തു വരാമല്ലോ. ഞാൻ നമ്മുടെ അവരുടെയും ചിന്തയ്ക്കായി തിരുസന്നിധിയിൽ വായിപ്പാൻ ഉദ്ദേശിക്കുന്ന വാക്യം, പ്രധാന വാക്യം, അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊലോസിയിലെ വിശ്വാസികൾക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യമാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊലോസിയിലെ വിശ്വാസികൾക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം അതിൻ്റെ 6-ാമത്തെ വാക്യമാണ്. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അഥവാ സ്വീകരിച്ചതുപോലെ അവനിൽ നടപ്പി. 7-ാം വാക്യം കൂടെ, അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചു നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചു സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. ഒന്നുകൂടെ ഞാൻ ആ വാക്യം വായിക്കുന്നു. ആകയാൽ നിങ്ങൾ കർത്താവായ യേശുവിനെ കൈക്കൊണ്ടതുപോലെ അഥവാ സ്വീകരിച്ചതുപോലെ അവരിൽ നടപ്പി. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചു നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ കരുത്തുറ്റ ഈടുറ്റ ഒത്തിരി ലേഖനങ്ങൾ സഭയ്ക്ക് സംഭാവനയായി ദൈവകൃപയാൽ നമുക്ക് ലഭിച്ചിട്ടുണ്ടല്ലോ. അതിനകത്ത് അതിശക്തമായൊരു ലേഖനമാണ് കൊലോസ്യ ലേഖനം. കൊലോസ്യ പട്ടണം ലൈക്കസ് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്തിരുന്നത്. സാധാരണഗതിയിൽ ദൈവവചനം പരിശോധിക്കുമ്പോൾ, പഠിപ്പിക്കുമ്പോഴോ പ്രസംഗിക്കുമ്പോഴോ അതിൻ്റെ ശാസ്ത്രപരമായ പശ്ചാത്തലം നമ്മൾ ആദ്യം അവതരിപ്പിക്കണം. രണ്ടാമത് ചരിത്ര പശ്ചാത്തലം. അങ്ങനെ വേണമല്ലോ ആരംഭിക്കാൻ. ഇതിനൊന്നും നമ്മുടെ മുമ്പിൽ സമയമില്ല. അതുകൊണ്ട് കമ്പിവാചകങ്ങൾ പോലെ വേഗത്തിൽ ചിലത് ഓർപ്പിച്ച് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. കൊലോസ്യ പട്ടണം ഏഷ്യ മൈനറിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു മനോഹരമായൊരു പട്ടണമാണ്. ഇന്നത്തെ തുർക്കി അതിൻ്റെ ഒരു ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്തിരുന്നത്, ലൈക്കസ് നദിയുടെ തീരത്ത്. ദൈവവചനം പരിശോധിക്കുമ്പോൾ 4-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വേദഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കും ലുവോദിക്കക്കാർക്കും ഹിയരപൊലിക്കാർക്കും വേണ്ടി, അപ്പോൾ ഇതിനടുത്തുള്ള 2 പട്ടണങ്ങളാണ് ലവോദിക്ക അഥവാ ഹൈരപൊളിസ്. അപ്പോൾ ഈ സ്ഥലത്ത് സുവിശേഷം എത്തിച്ചത് ആര് എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ പൗലോസിന്റെ ശുശ്രൂഷയിലൂടെ പുറത്തു വന്ന ശക്തരായ ചില ദൈവദാസന്മാർ, ദൈവ കുഞ്ഞുങ്ങൾ, ശിഷ്യന്മാർ എന്നിവരൊക്കെയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായം 10-ാം വാക്യം ഇത്തരണത്തിൽ പെട്ടെന്ന് ഞാനൊന്ന് വായിപ്പാൻ താല്പര്യപ്പെടുകയാണ്. പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. അത് 2 സംവത്സരത്തോളം നടക്കയാൽ ആസിയയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾപ്പാനിടയായി. അപ്പൊ ആസിയയിലുള്ള എല്ലാവരും അത് കേട്ടു എന്ന് പറയുമ്പോൾ
ആ കേൾവിക്കാരിൽ ഒരുത്തനായി പിന്നീട് ക്രിസ്തു ശിഷ്യനായി മാറിയ എപ്പഫ്രാസ് ആണ് ഇതിന്റെ സ്ഥാപകൻ എന്ന അഭിപ്രായങ്ങൾ കാണുന്നു. കാരണം കൊലോസ്യ ലേഖനം 1-ാം വാക്യം ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. 4-ാം വാക്യം നിങ്ങളിൽ ഒരുത്തനായി യേശു ക്രിസ്തുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. അപ്പോൾ കർത്താവിന്റെ ദാസനായ അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതുകയും ആ സഭ സ്ഥാപിച്ചത് എപ്പഫ്രാസ് എന്നൊരു ധാരണയിൽ നമുക്ക് പ്രവേശിക്കുകയും ചെയ്യാമല്ലോ. എഴുതിയത് പൗലോസ് തന്നെ എന്നതിന്റെ ഉറപ്പ് കൃത്യമായി 1-ാം വാക്യത്തിൽ കാണുന്നു. ദൈവേഷ്ടത്താൽ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമത്തിയോസും കൊലോസ്യയിലെ വിശുദ്ധന്മാരും ക്രിസ്തു യേശുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്. 1-ാം വാക്യം. അപ്പൊ പട്ടണം ലൈക്കസ് നദിയുടെ തീരത്താണ്. അടുത്ത് കിടക്കുന്ന 2 പട്ടണങ്ങൾ ലവോദിക്കിയ അതുപോലെ തന്നെ ഹൈരപ്പൊളിസാണ്. എഴുതിയത് അപ്പോസ്തലനായ പൗലോസാണ്. ഈ സഭ സ്ഥാപിച്ചത് ഭൂരിഭാഗവും എപ്പഫ്രാസ് ആയിരിക്കാനാണ് സാധ്യത എന്ന് ഏറെക്കുറെ നിഗമനത്തിൽ നമുക്കെത്താം. കാരണം പൗലോസിന്റെ സുവിശേഷ ഘോഷണത്തിൽ ഏഷ്യ മൈനറിലുള്ള എല്ലാവരും സുവിശേഷം കേട്ടു. അതിനാൽ രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, വചനം അംഗീകരിച്ച ക്രിസ്തു ശിഷ്യനായ ദൈവഭൃത്യനായ എപ്പഫ്രാസ് ആണ് ഇത് എഴുതിയത് എന്ന് നമുക്കൊരു നിഗമനത്തിലെത്താം. വൈശലം എഴുത്തിന് ഒത്തിരി ഉദ്ദേശങ്ങളുണ്ടെന്ന് നമുക്കറിയാം. സഭയ്ക്കകത്ത് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒത്തിരി തെറ്റായ ഉപദേശങ്ങൾ അത് തടയുക എന്നൊരു ലക്ഷ്യം തൻ്റെ അകത്തുണ്ട്. സഭയ്ക്കകത്ത് കയറി വന്ന ഒത്തിരി തെറ്റായ ഉപദേശങ്ങൾ അതിനെ തടയണം. സഭ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കാണുന്നത്, നമ്മളൊക്കെ പറയുന്നത്, നമ്മളൊക്കെ ഓരോരോ സഭകളാണെന്ന്. അതെല്ലാം വാസ്തവത്തിൽ പ്രാദേശിക കൂട്ടായ്മകളാണ്. പേരുകൾ കൊണ്ട് നമ്മൾ പല വിധത്തിലുള്ള സംഘടനകൾക്കകത്താണ് നിലകൊള്ളുന്നത്. 45,000-ഓളം വരുന്ന ക്രൈസ്തവ സംഘടനകൾ ഇന്ന് ലോകത്തിലുണ്ട്. 4,200-ഓളം വരുന്ന മതങ്ങൾ ലോകത്തിലുണ്ട്. അതിൽ ക്രൈസ്തവ സംഘടനകൾ തന്നെ കണക്കുകൾ മാറി 45,000-ഓളം ഉണ്ട് എന്നാണ് അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു ധാരണ. അപ്പോൾ ഈ 45,000-ഓളം വരുന്നതിൽ പ്രാദേശിക സഭകളുണ്ട്. ഈ പ്രാദേശിക സഭകൾ ക്രിസ്തുവിനോടുള്ള ഭയത്തിൽ രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, തിരുവചനത്തിന്റെ ഉപദേശം കൃത്യമായി പാലിച്ചു വരുന്ന കൂട്ടങ്ങളുടെ സമൂഹം. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. രക്ഷിക്കപ്പെടുക എന്ന വാക്കിന് 2 അർത്ഥതലങ്ങളുണ്ട്. ഒന്ന്, യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചാൽ മാത്രം പോരെന്നും, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്നുണ്ട്. അപ്പൊ രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി കർത്താവ് സഭയോട് ചേർക്കുന്നു എന്നൊരു വാക്യം നാം സാധാരണഗതിയിൽ പറയുന്നുവെങ്കിൽ മേളിലുള്ളത് കൂടെ വായിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആകയാൽ നിങ്ങൾ ഓരോരുത്തർ മാനസാന്തരപ്പെട്ട്, നമ്പർ 1 അവിടെ നിന്ന് തുടങ്ങി താഴോട്ടൊക്കെ എഴുതി വെച്ചതിന്റെ പുറകിൽ, അഥവാ അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിച്ച് വെച്ചതിന്റെ പുറകിലുള്ള ഉപദേശ സത്യങ്ങളെയെല്ലാം അനുസരിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു സമൂഹത്തെ നോക്കിക്കൊണ്ടാണ് പരിശുദ്ധാത്മാവ് അവിടെ പറയുന്നത്. രക്ഷിക്കപ്പെട്ടവരെയല്ല, സ്തോത്രം, രക്ഷിക്കപ്പെടുന്നവരെ, സ്തോത്രം. രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. അത് മനുഷ്യന്റെ ആത്മാവിനോട് ബന്ധപ്പെട്ട് ആരംഭത്തിലും, മനുഷ്യന്റെ ദേഹിയോട് ബന്ധപ്പെട്ട് 2-ാം ഘട്ടത്തിലും, മനുഷ്യന്റെ ദേഹിയുടെ അന്തമായ ആത്മരക്ഷ അല്ലെ, നിങ്ങളുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് പ്രാപിക്കുമ്പോൾ അത് പൂർണ്ണതയിലേക്ക് കടന്ന് രക്ഷിക്കപ്പെടുന്നു എന്നൊരവസ്ഥയിലേക്കും, രക്ഷിക്കപ്പെടും എന്നൊരവസ്ഥയിലേക്കും മാറുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായി അതിന്റെ കൃത്യത മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഞാൻ തിരിച്ചു വരികയാണ്. സഭയ്ക്കകത്ത് കടന്നുകൂടിയ ഒത്തിരി തെറ്റായ ഉപദേശങ്ങൾ ചിലർ ഇങ്ങനെ പഠിപ്പിച്ചു. 2-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം, താഴ്മയിലും
ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ചിട്ട് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിച്ചു. തന്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർത്തു. ശരിയായി അർത്ഥം അഹങ്കരിക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുദ്ധ തെറ്റിക്കരുത്. അപ്പൊ സഭയ്ക്കകത്ത് ദൂതാരാധനയെ സംബന്ധിക്കുന്ന ചിലതൊക്കെ കയറി വന്നു. തെറ്റാണ് എന്ന് നമുക്കത് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ഒരു ഭാഗം ദൂതന്മാരെ ആരാധിക്കണം എന്ന ചിന്തകൾ കൃത്യതയോടെ അതിനകത്തേക്ക് കടന്നു വന്നിട്ട് സഭയെ അഥവാ പ്രാദേശിക കൂട്ടായ്മയെ കലക്കാനുള്ള ശക്തിയേറിയ ശ്രമം ആരംഭിച്ച് സ്തോത്രം. ഇന്ന് കാലഘട്ടങ്ങളിലും അങ്ങനെ ഉണ്ടല്ലോ. നാം തലയെ വിടുന്നു, മറ്റ് പല വ്യക്തികളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിഞ്ഞു പോകുന്നു, സ്നേഹം അമിതമായി മാറുന്നു. അത് നാം അറിയാതെ മറ്റൊരു ആരാധന സ്വഭാവത്തിലേക്ക് നമ്മെ വഴിതിരിച്ചു വിടുന്നു. അങ്ങനെ ദൈവകൃപയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട മനുഷ്യൻ മറ്റു തരത്തിലുള്ള ആരാധനകളിലേക്ക് പ്രവേശിച്ചു വരുന്നു. ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ അകത്ത് അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ച് ക്രിസ്തു ദർശനത്തിലേക്ക് നിങ്ങളെ രക്ഷിപ്പാൻ കഴിയുന്ന ഏക വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണെന്നും അതിന് നൽകപ്പെട്ട വില യേശു ക്രിസ്തുവിന്റെ രക്തമാണെന്നും അതിന് വിട്ടുകൊടുത്തത് പിതാവാം ദൈവമാണെന്നും അതിന് നമ്മെ ശക്തരാക്കി മാറ്റിയത് പരിശുദ്ധാത്മാവാണെന്നും തിരിച്ചറിഞ്ഞിട്ട് തിരുകൃപയെ കണ്ട് മടങ്ങി വരാൻ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ, പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്ന മഹാദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യാൻ കഴിയുമെന്ന ഇന്ന് പകലിൽ ഞാൻ ദൈവാത്മാവിനൊരു ദൂതം നിങ്ങളോട് പറയുകയാണ്. സ്തോത്രം. തീർന്നില്ല. എന്താണ് മറ്റു ചില കാര്യങ്ങൾ? കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ വേറെയും അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. 2-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. മാനുഷിക കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നത് അത്ര. അതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരദണ്ഡനത്തിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ പേർ മാത്രമുള്ളത്. ചേടാഭിലാഷമോ നിയന്ത്രിപ്പാനോ ഇവ പ്രയോജനമുള്ളതല്ല. അപ്പോൾ അവിടെ അഭിപ്രായപരമായ ചില കാര്യങ്ങൾ പറയുന്നതനുസരിച്ച് ചട്ടങ്ങൾ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ന്യായപ്രമാണത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിലാണെന്ന്. അപ്പൊ അതിനകത്ത് കിടക്കുന്ന ഒത്തിരി കാര്യങ്ങൾ പഴയ നിയമത്തിൽ ദൈവവചനം പരിശോധിക്കുമ്പോൾ ന്യായപ്രമാണം എന്ന് പറയുന്നത് പഴയ നിയമത്തെ ഏറെക്കുറെ ഉണ്ടെന്ന് സൂക്ഷ്മതയോടെ ഗവേഷക പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തെ ഒരിടത്ത് അങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല, എൻ്റെ വിഷയം അതല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ തിരിച്ചു വരികയാണ്. പ്രൈസല്ലോ. അപ്പൊ പ്രിയമുള്ളവരെ, ശാന്തമായി പരിശോധിച്ചാൽ കർശനമായ നിയമങ്ങൾ, കർശനമായ ഉപവാസത്തെ സംബന്ധിച്ച ചില കാര്യങ്ങൾ. അപ്പോൾ ഉപവസിക്കണ്ടേ എന്നൊരു ചോദ്യമുണ്ട്. നിശ്ചയമായും ഞങ്ങൾ തിരുസന്നിധിയിൽ ഉപവാസത്തോടെ ആയിരിക്കുകയാണ്. ഒരു നിശ്ചിത സമയം വെച്ച് ചില ദിവസങ്ങളിൽ ഇരിപ്പാൻ ഒരു ക്രമത്തിനു വേണ്ടി അങ്ങനെ മുന്നോട്ട് പോകുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇത് അധികമായി തീരുന്നു, ഇത് ക്രമം വിട്ടുപോകുന്നു, അത് ദൈവസ്നേഹം വിട്ടുമാറുന്നു, ദൈവാത്മാ നിയോഗം വിട്ടുമാറുന്നു. അങ്ങനെ പോകുമ്പോൾ ചില വ്യക്തികൾ ബന്ധിക്കപ്പെടുന്നു. സഭയ്ക്കകത്ത് ബന്ധിക്കപ്പെട്ടവരുടെ കൂട്ടം വർദ്ധിച്ചു വരികയാണ്. അതിനെതിരെ ശക്തിയുക്തം പോരാടാൻ, ആത്മനിയോഗത്താൽ പടവാളെടുപ്പാൻ ഇന്ന് പലരും യോഗ്യരായി തീരുന്നില്ല, തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ ശക്തമായൊരു കാര്യമാണ്. മാത്രമല്ല പ്രിയമുള്ളവരെ, നമുക്കറിയാവുന്ന മറ്റു കാര്യങ്ങളുണ്ട്. നോസ്റ്റിസിസം, രഹസ്യജ്ഞാനം, അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മോചനം ലഭിക്കൂ എന്നുള്ള ശക്തിയേറിയ മറ്റൊരു വാദം കൂടെ അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഇതിനകത്ത് ശക്തമായി വർദ്ധിച്ചു വന്നപ്പോൾ തന്റെ ഭൃത്യനാം അപ്പോസ്തലനായ പൗലോസിന് ഇതെല്ലാം മാറ്റിക്കൊണ്ട് ഇതിനകത്ത് പ്രധാനമായി വെളിപ്പെട്ടു വരുന്നത് ക്രിസ്തുവിന്റെ പരിപൂർണത, ക്രിസ്തു എന്ന തല, ക്രിസ്തുവിൽ അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്, അവനിലാണ് നിങ്ങൾ പരിപൂർണരാകുന്നത് എന്നിത്യാദി ചിന്തകൾ
അവിടെ അകത്ത് വെളിപ്പെടേണ്ടതിന് അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതി അവർക്ക് നൽകി എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ അകത്ത് ഇത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ വിട്ടുതിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് തിരുകൃപയിലേക്ക് തിരിച്ചു വരാൻ ദൈവാത്മാവിൽ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ ഇതിന്റെ പ്രധാന ഭാഗത്തേക്ക് പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. കേവലം 13 മിനിറ്റ് കൊണ്ട് എൻ്റെ മുൻപിലുള്ള സമയം കൃത്യമെങ്കിൽ ബാക്കി സന്ദേശം കൂടെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കണം എന്നൊരാഗ്രഹമുണ്ട്. സമയം പോരാ. അപ്പോസ്തലനായ പൗലോസ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു, പ്രായലേഖനം എഴുതുമ്പോൾ തുടങ്ങിയവരെ കുറിച്ച്, ആദിയായവരെ കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ എന്നെഴുതിയതുപോലെ തന്നെ എനിക്കും ഇത് പോരാ എന്നുള്ളത് എൻ്റെ ചിന്തയ്ക്കകത്ത് ഉരുത്തിരിഞ്ഞു വരികയാണ്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് എഴുതി ആരെയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്? ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ യേശുവിനെ നിങ്ങൾ കൈക്കൊണ്ടുവോ? പ്രൈസ് ദി ലോർഡ്. യേശുവിനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? രക്ഷയ്ക്ക് ത്രികാല അനുഭവങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ആരംഭപടി യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം, യേശുവിനെ കൈക്കൊണ്ട് അവിടുത്തെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. പ്രിയമുള്ളവരെ, ആ അധികാരം ശുശ്രൂഷയ്ക്കുള്ള അധികാരം ആണോ? അല്ല, അത് വേറെയാണ്. അത് മക്കൾ ആകാനുള്ള അധികാരമാണ്. ഏത് മക്കളാണ്? ദൈവത്തിന്റെ മക്കളാകാനുള്ള അധികാരമാണ്. സൂക്ഷ്മതയോടെ പരിശോധിക്കണമേ. അപ്പോൾ യേശുവിനെ, ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും യേശുവിനെ കർത്താവായിട്ട് ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിനുള്ള അവകാശമാണ്. യേശുവിനെ കർത്താവായി സ്വീകരിക്കുവാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യണമോ? ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അവിടെ നമ്മുടെ പ്രയത്നം ആവശ്യമില്ല, നമ്മുടെ കഴിവ് ആവശ്യമില്ല, നമ്മുടെ സാമ്പത്തിക നിജസ്ഥിതി ആവശ്യമില്ല. അത് ഒരിക്കലും ഒരിടത്തും ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല പ്രിയമുള്ളവരെ, വീണ്ടും ശാന്തമായിട്ട് പരിശോധിക്കുമ്പോൾ നമ്മുടെ കായിക ശക്തി അതിനാവശ്യമാണോ? അല്ല, ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഇതുകൊണ്ടൊന്ന് രക്ഷിക്കപ്പെടാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. ആത്മരക്ഷയുടെ കാര്യമാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിന് ആരംഭത്തിൽ എന്ത് ചെയ്യണം? യേശുവിനെ വിശ്വസിക്കണം. 2, യേശുവിനെ കൈക്കൊള്ളണം. 3, യേശുവിനെ ഏറ്റുപറയണം. പ്രൈസ് ദി ലോർഡ്. അത് എന്ത് എന്ന ചിന്ത നമ്മുടെ അകത്തുണ്ടെങ്കിൽ നാം പറയും, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കണം. ശാന്തമായിട്ടൊന്ന് പരിശോധിച്ച് റോമാലേഖനം 10-ാം അധ്യായം നമ്മളൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണത്. സ്തോത്രം. എന്നാൽ ആ ഭാഗം പരിശോധിക്കുമ്പോൾ യേശുവിനെ കർത്താവ് എന്ന് വാക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവരെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വാക്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ ആത്മരക്ഷയ്ക്ക് എന്താ ചെയ്യേണ്ടത്? യേശുവിനെ രക്ഷിതമായിട്ടല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, യേശുവിനെ കർത്താവ് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ കർത്താവായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാക്കൊണ്ട് നീതിക്കായി നാം ഏറ്റുപറയുന്നു. അപ്പോൾ നാം രക്ഷിക്കപ്പെടുന്നു. സ്തോത്രം. അങ്ങനെ വരുമ്പോൾ യേശുക്രിസ്തു രക്ഷിതാവായി നമ്മുടെ ആത്മാവിനെ അവകാശമാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കിക്കേ, അതിന് 3 കാര്യങ്ങൾ ചെയ്യണം. 1, വിശ്വസിക്കണം. 2, കൈക്കൊള്ളണം. 3, ദൈവത്തിന് സ്തോത്രം, ഏറ്റുപറയണം. അപ്പൊ വിശ്വാസം എങ്ങനെ ഉണ്ടാകും? വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്തിൽ നിന്നും വരുന്നു. അതുകൊണ്ട് പ്രസംഗിക്കാതെ ആരാണ് കേൾക്കുക? കേൾക്കാതെ ആരാണ് വിശ്വസിക്കുക? വിശ്വസിക്കാത്തവൻ എങ്ങനെയാണ് വിളിച്ചപേക്ഷിക്കുക? കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നവൻ. അങ്ങനെ കർത്താവ് യേശുവിനെ നമ്മൾ കൈക്കൊണ്ടു വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അങ്ങനെ അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 8 souls were saved എന്നൊരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. 8 പേർ വെള്ളത്തിൽ കൂടി ജീവരക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് ഒരു മുൻകുറി എന്നവിടെ കൃത്യമായി രേഖപ്പെടുത്തി. അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ തിരിച്ചു വരികയാണ്. അങ്ങനെ രക്ഷിക്കപ്പെട്ട്, ഒന്നുകൂടെ പറഞ്ഞാൽ
ആത്മരക്ഷയുടെ അനുഭവത്തെ അവകാശമാക്കി രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന അനുഭവത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ ദാസൻ ഇങ്ങനെ രേഖപ്പെടുത്തി, ആകയാൽ എന്ന പദം എത്ര ഇടങ്ങളിൽ എഴുതിയിട്ടുണ്ട് എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ, ആമേൻ, മലയാളത്തിൽ ആകയാൽ എന്ന പദം 1-2 ഭാഗത്ത് മാത്രമാണ് കാണുന്നത്. എന്നാൽ അതിന്റെ ഒറിജിനൽ ടെക്സ്റ്റ് നാം പരിശോധിക്കുമ്പോൾ, ഞാൻ പെട്ടെന്ന് പറയാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം, കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യം, കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം, കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം, കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യം. ഇങ്ങനെ ആകയാൽ എന്ന പദങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും. ക്രിസ്തുവിൽ നടക്കുക, നിയമവിധികളിൽ കുടുങ്ങാതിരിക്കുക, മേലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക, പാപത്തെ മരിപ്പിക്കുക, ദൈവ സ്വഭാവം ധരിക്കുക എന്ന ഭാഗത്തിന് മുൻപിൽ ആകയാൽ എന്നതിന്റെ ഒറിജിനൽ പദമാണ് കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ആകയാൽ നിങ്ങൾ കർത്താവായ യേശുവിനെ, നമ്മളൊക്കെ ഇങ്ങനെ പറയും, സ്തോത്രം, കർത്താവായ യേശുവിനെ സ്വീകരിച്ചതുപോലെ. അപ്പൊ കർത്താവായ യേശു ആരാണ്? വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്പർ 1, ദൈവത്തിന് സ്തോത്രം. 1-ാം വാക്യത്തിൽ സ്തോത്രം, 1-ാമത്തെ ചിന്ത കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ, അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. കർത്താവായ യേശു ആരാണ്? ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്തി. ഒന്ന്, യേശു പാപ വിമോചകനാണ്, മാത്രമല്ല വീണ്ടെടുപ്പുകാരനാണ്. കർത്താവായ യേശുവിനെ കൈക്കൊണ്ടതുപോലെ കർത്താവായ യേശു ആരാണ് എന്ന ചോദ്യത്തിന് മറുപടി അവിടുന്ന് പാപവിമോചകനും വീണ്ടെടുപ്പുകാരനുമാണ്. ലോകത്തിലൊത്തിരി ആളുകളുണ്ട്, സ്തോത്രം, ഒത്തിരി അവകാശവാദങ്ങൾ ഉന്നയിക്കപ്പെടും. നേരത്തെ ചിന്തിച്ചതുപോലെ, പറഞ്ഞതുപോലെ 4200ഓളം വരുന്ന മതങ്ങളുണ്ട്. റിലീജിയൻ എന്ന വാക്ക് തന്നെ റെലിഗാരി എന്ന പദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു എന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. അത് ദൈവബന്ധമാണ് റെലിഗാരി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ റിലീജിയൻ ചിന്ത വിട്ട് റെലിഗാരി ചിന്തയിലേക്ക് നാം കടക്കാൻ ശ്രമിക്കുമ്പോൾ കർത്താവായ യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവിടുത്തെ കൂട്ടായ്മയിൽ നടപ്പിൻ എന്ന് പറഞ്ഞാൽ കർത്താവ് ആര് എന്ന ചോദ്യത്തിന്റെ 1-ാമത്തെ ഉത്തരം അവിടുന്ന് നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. ദൈവത്തിന് സ്തോത്രം. പാപ വിമോചകനാണ്. ഞാൻ സമയം ഇനി 5 മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ എന്നതുകൊണ്ട് ഞാൻ കമ്പിവാചകം പോലെ യേശു ക്രിസ്തു ആര് എന്ന ചോദ്യത്തിന് കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രം ഇവിടെ വേഗത്തിൽ വായിക്കാം. 1, വീണ്ടെടുപ്പുകാരനാണ്. 2, 1:15, അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്, സർവ സൃഷ്ടിക്കും ആദ്യജാതനാണ്. ഈ പദം കേട്ടിട്ട് പ്രോട്ടോട്ടോക്കസ് വെച്ച് പലരും പല രീതികളിൽ ആദ്യം ജനിച്ചയാൾ എന്ന ചിന്തയിലേക്ക് വരാറുണ്ട്. സർവ സൃഷ്ടിയിൽ ആദ്യജാതനല്ല, സർവ സൃഷ്ടിക്ക് ആദ്യജാതനാണ്. പ്രൈസല്ലോ. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ അവിടെ ചുരുക്കുകയാണ്. വിവരിക്കാൻ നിന്നാൽ സമയം നമ്മുടെ പോകും. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തു ആര്? 1:14, പാപവിമോചകൻ, വീണ്ടെടുപ്പുകാരൻ. 2, യേശുക്രിസ്തു ആര്? അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ, സകല സൃഷ്ടിക്ക് ആദ്യജാതൻ. 3, യേശുക്രിസ്തു ആര്? കൊലോസ്യ ലേഖനം 1:16, സൃഷ്ടാവാണ്. അവിടുന്ന് മുഖാന്തരം സകലവും സൃഷ്ടിക്കപ്പെട്ടു. ആമേൻ. അടിയിൽ അവൻ മുഖാന്തരം അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. 3, നാം ചിന്തിച്ചു. 4, ആർക്കെയാണ്? സർവത്തിനും മുമ്പേയുള്ളവൻ. അപ്പൊ സർവ സൃഷ്ടിക്ക് ആദ്യജാതൻ എന്ന വാക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അവിടുന്ന് സർവത്തിനും മുമ്പേയുള്ളവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ കൃത്യം മനസ്സിലാക്കണമെങ്കിൽ പ്രായലേഖനത്തിൽ കൃത്യത്തിന് എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് കർത്തൃദാശ. എന്ത്? യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും
അനന്യനാണ്. യേശുക്രിസ്തു ആര് എന്ന ചോദ്യം നമ്മുടെ അകത്ത് കൃത്യമായി വെളിപ്പെടട്ടെ. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്നവരുടെ മുൻപിൽ ആത്മനിയോഗത്താലും ദൈവശക്തിയാലും ദൈവവചനത്തെ കൃത്യതയോടെ അറിയിപ്പാൻ ഒരഭിഷേകവും ദൈവശക്തിയും സ്വർഗം നമ്മുടെ അകത്ത് വെളിപ്പെടുത്തട്ടെ. നോക്കുക, യേശുക്രിസ്തു ആര്, കർത്താവായ യേശു ആര് എന്ന ചോദ്യത്തിന് 18 വാക്യം 1:18 അവിടുന്ന് സഭ എന്ന ശരീരത്തിന്റെ തലയും ആകുന്നു. ദൈവത്തിന് സ്തോത്രം. സഭ എന്ന ശരീരത്തിന്റെ തലയും ആകുന്നു. വീണ്ടും ഞാൻ നിങ്ങളോട് പറയാം, യേശുക്രിസ്തു ആര്? അപ്പൊ 1, വീണ്ടെടുപ്പുകാരനാണ് അഥവാ പാപവിമോചകനാണ്. 2, അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. 3, ആദ്യജാതനാണ്. ആദ്യജാതൻ എന്ന പദം അടുത്ത പോയിന്റ് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. 4, സൃഷ്ടാവാണ്. 5, സകലത്തിന് മുമ്പേ ഉള്ളവനാണ്. 6, സഭ എന്ന ശരീരത്തിന്റെ തലയാണ്. സ്തോത്രം. അടുത്തത്, സകലത്തിനും താൻ മുൻപനാകേണ്ടതിന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനാണ് എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ നോക്കിക്കേ, സകല സൃഷ്ടിക്കും ആദ്യജാതൻ എന്ന പദം കൊണ്ട് എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി ഉയർത്തെഴുന്നേറ്റ ഒരേ ഒരാൾ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മാത്രമാണ്. മരണത്തെ ജയിച്ച്, പാതാളത്തെ ജയിച്ച്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ അവകാശമാക്കിക്കൊണ്ട് കൈവശം വെച്ചിട്ട് ഇന്നും ചരിത്രത്തെ 2ആയി കീറി മുറിച്ച് ചരിത്രത്തിലേക്ക് ഇറങ്ങി മനുകുലഭാവ പരിഹാരത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം ബന്ധിച്ചിട്ട് ക്രൂശിലവയ്ക്ക് വിധ ജയോത്സവം കൊണ്ടാടി പരസ്യമായി കാഴ്ചയാക്കിയ ഒരേ ഒരാൾ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മാത്രമാണ്. 2 മിനിറ്റ് കൂടെ നമ്മുടെ മുൻപിലുണ്ട്. ഞാനിവിടെ നിർത്തുകയാണ്. സമയത്തിന് മുൻപ് നിർത്തുന്നത് വളരെ ഉചിതമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയമുള്ളവരെ, ആകയാൽ നിങ്ങൾ കർത്താവായ യേശുവിനെ കൈക്കൊണ്ടതുപോലെ, വീണ്ടും പറയട്ടെ, കൂട്ടായ്മയിൽ നടക്കുക. തുടർന്ന് ഒത്തിരി കാര്യങ്ങൾ യേശുവിനെ കുറിച്ച് പറയാനുണ്ട്. വിവരിപ്പാൻ സമയം പോരല്ലോ. ആ കൂട്ടായ്മയിൽ തന്നെ നടക്കുക. അവനിൽ വേരൂന്നിയും ആത്മിക വർധന പ്രാപിച്ചു. അടുത്തത്, നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു പിരിപ്പാൻ സർവകൃപാലുവായ മഹാദൈവം നിങ്ങൾക്ക് സാവകാശം നൽകി തരട്ടെ എന്ന് ഈ പ്രഭാത സമയങ്ങളിൽ ആശംസിച്ചിട്ട്, സമയം അനുവദിച്ചു തന്ന കർത്തൃദാസന്മാരോട്, ഈ പ്ലാറ്റ്ഫോമിൽ ശ്രദ്ധിച്ച ഏവരോടും അധ്യക്ഷനോടും എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിച്ച് എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ കുത്തിടുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും.